നമ്മുടെ നാട്ടിലൊക്കെ ചില മെഡിക്കൽ എറേഴ്സ് സംഭവിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. അതായത് ഇപ്പോൾ ഈ പഞ്ഞി അകത്ത് വെച്ച് തയ്ക്കുക, കത്രിക അകത്ത് വെച്ച് തയ്ക്കുക, അതുപോലെ ഇപ്പോൾ കണ്ണിന് പ്രശ്നമായിട്ട് വന്ന ആൾക്ക് മൂക്കിൽ ഓപ്പറേഷൻ ചെയ്യുക. ഇങ്ങനെയുള്ള കേൾക്കുമ്പോൾ കോമഡി ആണെന്ന് തോന്നുമെങ്കിലും പകരം സീരിയസ് ആയിട്ടുള്ള മെഡിക്കൽ എറേഴ്സ് നമ്മൾ പല പ്രാവശ്യം വാർത്തകളിലൂടെ കേൾക്കാറുണ്ട്. ഇപ്പോൾ അതുപോലെ ഒന്ന് സംഭവിച്ചിരിക്കുകയാണ്. റയൽ മാഡ്രിഡിൻ്റെ മെഡിക്കൽ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബ്ലണ്ടർ എന്നൊക്കെ പറഞ്ഞ് കുറഞ്ഞു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് റയൽ മാഡ്രിഡിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരമായിട്ടുള്ള കിലിയൻ എംബാപ്പയ്ക്ക് ഇഞ്ചുറിയാണ്. ഇപ്പോൾ അദ്ദേഹം ഇഞ്ചുറി പറ്റി അദ്ദേഹം ആ ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് റിക്കവർ എല്ലാം ആയി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കിലിയൻ എംബാപ്പ പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഇടത്തെ കാലിലെ മുട്ടിന്. എന്നാൽ ഇടത്തെ കാലിലെ മുട്ടിന് ഇഞ്ചുറി പറ്റിയ സമയത്ത് ഈ ഒരു റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു മെഡിക്കൽ ടീം വലത്തെ കാലിൽ പരിശോധനകളെല്ലാം നടത്തിയതിന് ശേഷം ഒരു റിപ്പോർട്ട് അങ്ങ് കൊടുത്തു, കുഴപ്പമൊന്നുമില്ല, കളിച്ചു. വീണ്ടും കളിച്ചതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇഞ്ചുറി വെച്ച് വീണ്ടും കളിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇഞ്ചുറി ഡേഞ്ചറസ് ആയിട്ട് രീതിയിലേക്ക് മാറി എന്നാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ഇതൊരു ചുമ്മാ ഞാൻ അങ്ങ് തള്ളി വിട്ടു. ഇത് നമുക്കറിയാം, റൂമറൊക്കെ പലതും ഇങ്ങനെ വരുമല്ലോ, അപ്പോൾ അതൊക്കെ അങ്ങ് വിട്ടു, ചിരിച്ചങ്ങ് തള്ളി. പിന്നീട് നോക്കുമ്പോൾ ഇത് RMC സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രമുഖ മാധ്യമങ്ങൾ, പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫബ്രിസിയോ റൊമാനോ അടക്കം ഈ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ആദ്യം കേൾക്കുമ്പോൾ ഒരു കോമഡി ആയിട്ടൊക്കെ തോന്നും. ഞാൻ ആ ഷോർട്ട് വീഡിയോ ഇടുന്ന ചാനലിൽ ഒരു കോമഡി പോലെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു. കാരണം ഒരു പ്ലെയറിൻ്റെ കരിയർ തന്നെ തകർന്നു പോകും. എനിക്ക് എത്ര പ്ലെയേഴ്സിനെ അറിയാമെന്നറിയാം. ഈ മുട്ടിൽ വരുന്ന ഇഞ്ചുറി എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. അത് ഫുട്ബോൾ കളിച്ചിട്ടായാലും ശരി, ഏത് സ്പോർട്ടായാലും ശരി, ചുമ്മാ പടിയുന്ന തെന്നിയിട്ടായാലും ശരി, മുട്ടിൽ ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. ACL ടിയറൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രൊഫഷണൽ പ്ലെയേഴ്സിന് പോലും അത് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. ഒരു വർഷത്തോളമൊക്കെ റിക്കവർ പ്രോസസ്സ് എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞാനൊക്കെ കളിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും അറിയാം, ഒരു വിങ് ബാക്ക് പ്ലെയർ എന്നെ ഇവിടെ ഒരു 5 വയസ്സിനൊക്കെ മൂത്തതാണ്. നന്നായിട്ട് കളിക്കും, കിടിലനായിട്ട് കളിക്കും. ബോക്സിൻ്റെ വെളിയിൽ നിന്നൊക്കെ ഒരു ഷൂട്ട് അടിക്കും. വിങ് ബാക്കാണ്. ബോക്സിൻ്റെ വെളിയിൽ നിന്നൊക്കെ അടിക്കുന്ന ഷൂട്ട് കെർവിങ് ഷൂട്ട്. അത് നമുക്ക് കാണുമ്പോൾ നമ്മൾ കണ്ണും തള്ളി വായും പൊളിച്ച് നിൽക്കും. അതുപോലത്തെ ഷൂട്ടൊക്കെ അടിക്കുന്ന ഒരു പ്ലെയറാണ്. I-League ഒരു ടീമിൽ അദ്ദേഹം സൈൻ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തെത്തിയതാണ്. ആ ഒരു സമയത്താണ് ഇഞ്ചുറി പറ്റുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട് ആ ഒരു സന്തോഷ് ട്രോഫി ആ ഒരു ടീമിലും അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. കുറേ വർഷം മുമ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലെയറിന് ഇതുപോലെ കാലിൽ ഒരു ഇഞ്ചുറി പറ്റിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. ഒരു കോച്ചായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ രണ്ടാമത് കാണുന്നത്. ഞാൻ ആദ്യം ആ പ്ലെയറിൻ്റെ കൂടെ കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ കാണുമ്പോൾ ഒരു ടീമിൻ്റെ കോച്ചായിട്ട് വർക്ക് ചെയ്യുവാണ്. എൻ്റെ അടുത്ത് പറഞ്ഞത് ഒറ്റ ഒരു കാര്യമാണ്, നിനക്ക് ചെറുതായിട്ടൊരു പെയിൻ ഉണ്ടെങ്കിൽ, മുട്ടിലൊരു പെയിൻ ഉണ്ടെങ്കിൽ കളിക്കരുത്. ഞാൻ എപ്പോഴും എനിക്കറിയാവുന്ന ആൾക്കാർക്ക് ഞാനും അതാണ് പറയാറ്, ചെറിയൊരു പെയിൻ ഉണ്ടെങ്കിൽ കളിക്കരുത്. പെയിൻ വെച്ചിട്ട് ഒരു മാച്ചിന് ഇറങ്ങിയപ്പോഴാണ് ACL ടിയർ ആയി പോയത്, മൊത്തത്തിൽ പൊട്ടിപ്പോയി. അത് ആ ഒരു പ്ലെയറിൻ്റെ കരിയർ തന്നെ പോയി കിട്ടി. അതുപോലത്തെ സിറ്റുവേഷനൊക്കെ മുട്ടിൽ വരുന്ന ഇഞ്ചുറിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇടത്തെ കാലിലെ മുട്ടിൽ ഒരു ഇഞ്ചുറി വരുന്നു, വലത്തെ കാല് ചെക്ക് ചെയ്തിട്ട് കളിപ്പിക്കുന്നു. വാട്ട്? അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഓൾറെഡി ഈ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നത് കണക്റ്റ് ആകും. ഓൾറെഡി റയൽ മാഡ്രിഡിൻ്റെ ഈ ഒരു മെഡിക്കൽ ടീം ശരിയല്ല, ഇവരുടെ ആ ഒരു പ്രോസസ്സിംഗ് ഒന്നും ശരിയല്ല എന്ന രീതിയിൽ പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലേയേഴ്സ് റിക്കവറായി തിരിച്ചു വരുന്നു. വന്ന പ്ലെയർ ആദ്യത്തെ 2 മാച്ചിൽ തന്നെ പിന്നെയും ഇഞ്ചുറി പറ്റി തിരിച്ചു പോകുന്നു. ഈദൻ ഹസാർഡ് അപ്പം തുടങ്ങിയ ഒരു പ്രശ്നമാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇപ്പം അവസാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് റോഡ്രിഗോയാണ്. റോഡ്രിഗോയ്ക്ക് ഇഞ്ചുറി പറ്റി റിക്കവറായി, വീണ്ടും ഇഞ്ചുറി പറ്റി, ഇപ്പോൾ ഒരു വലിയ ലോങ് ടൈം ഇഞ്ചുറി ആയി കിടപ്പുണ്ട്. ACL ഇഞ്ചുറി എനിക്ക് തോന്നുന്നു 7 ACL ഇഞ്ചുറി എങ്ങാണ്ടാണ് കഴിഞ്ഞ ഒരു 3-4 സീസണുകളിൽ വന്നിട്ടുള്ളത്. ഈ രീതിയിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. കാരണം ഒരു പ്ലെയറിന് ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടെന്ന് അറിയുമ്പോഴേ അത് നോക്കിയിട്ട് അത് ഡേഞ്ചർ ആകാനുള്ള ഒരു സിഗ്മെന്റ്, അതായത് ഇഞ്ചുറി ആകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു പ്ലെയറിന് റെസ്റ്റ് നൽകണം. ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത് കോച്ചല്ല, ഈ ഒരു മെഡിക്കൽ ടീമാണ്. ഇപ്പോൾ എനിക്കൊരു എൻ്റെ കാലിന് ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടെന്ന് ഞാൻ പോയി പറയുമ്പോൾ ഉടനെ അവർ നോക്കിയിട്ട് ഇത് കുഴപ്പമില്ല,
എന്ന രീതിയിൽ കളിക്കാമെന്ന് പറയാം. ഇല്ലെങ്കിൽ ഇല്ല ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് അവരാണ് പറയേണ്ടത്, നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അവർ ടെസ്റ്റ് ചെയ്തിട്ട് അവരാണ് പറയേണ്ടത്, കോച്ചിനും പറയാൻ പറ്റില്ല. ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ മെഡിക്കൽ ടീം നോക്കും എന്ന രീതിയിലായിരിക്കും കോച്ചിൻ്റെയും കാര്യങ്ങൾ. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള പ്രശ്നം നോക്കുക, ഒരു പ്ലെയറിനൊരു കാലിലൊരു പരിക്ക് പറ്റുന്നു, ആ പ്ലെയറിൻ്റെ ഈ കാലിൽ പരിക്കാണ്, പക്ഷേ വലത്തെ കാലിൽ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാകാത്ത ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു റിപ്പോർട്ടിൽ എനിക്ക് ഒട്ടും മനസ്സിലാത്തൊരു കാര്യം, എംബാപ്പെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ആ സമയത്ത്? എംബാപ്പെ ഉറങ്ങുമ്പോഴായിരുന്നു ഇവർ ടെസ്റ്റ് ചെയ്തത്, ഇല്ലെങ്കിൽ ഇങ്ങനെ മയക്കി കടത്തിയിട്ട് വല്ലതാണോ ടെസ്റ്റ് ചെയ്യുന്നത്? എനിക്കറിയാൻ വയ്യാത്ത ആ ഒരു കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറിയത്തില്ലേ നമുക്ക്, നമ്മുടെ ഇടത് കാലിലാണ് പെയിൻ ഉള്ളത്, അപ്പോൾ പിന്നെ വലത് കാലം എന്തിനും ടെസ്റ്റ് ചെയ്യണം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരത്തില്ലേ? നമ്മൾ ചോദിക്കത്തില്ലേ? എംബാപ്പെ എന്തുകൊണ്ട് അതിൽ പ്രതികരിച്ചില്ല എന്നതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ മനസ്സിലാകാത്ത കാര്യം. എന്തു തന്നെയാണെങ്കിലും ഇതൊരു ബ്ലണ്ടറാണ്, എനിക്കതേ പറയാനുള്ളൂ. ഒരു ബ്ലണ്ടർ മിസ്റ്റേക്കാണ്. അതിന് മുകളിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ടി വരും. കാരണം റയൽ മാഡ്രിഡ് എന്നല്ല, ഏത് ടീമും ആകട്ടെ, അവരവരുടെ ടോപ്പ് ലെവലിൽ കളിക്കണമെങ്കിൽ പ്ലേയേഴ്സ് എല്ലാം ഫിറ്റ് ആയിരിക്കണം. ആ പ്ലേയേഴ്സിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് ഈ ഒരു മെഡിക്കൽ ടീം. എഞ്ചുറി പറ്റാതെ നോക്കുക, എഞ്ചുറി പറ്റിയിട്ടുള്ള പ്ലേയേഴ്സിന് ഈസി ആയിട്ടുള്ള റിക്കവറി കൊടുക്കുക. റിക്കവർ ആയിട്ടുണ്ടോ, പ്ലെയർ ഫുള്ളായിട്ട് റിക്കവർ ആയോ, മാച്ച് കളിക്കാൻ പാകത്തിനായോ എന്ന് മനസ്സിലാക്കിയിട്ട് കളിപ്പിക്കേണ്ടതെല്ലാം ഇവരുടെ ചുമതലയാണ്. അങ്ങനെയുള്ള ഇവരുടെ ഭാഗത്തു നിന്ന് ഇത്രയും മോശമായിട്ടുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എന്താ പറയത്? എനിക്കിത് ആദ്യം കേട്ടപ്പോൾ ഞാനിത് റൂമർ ആ രീതിയിൽ തള്ളിക്കളഞ്ഞൊരു സംഭവമാണ്. പിന്നീട് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തന്നെ കിളി പോയ അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്താണ് സാധനം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു പ്രൊഫഷണൽ ക്ലബ്ബ്, അതും ഇത് ഇത്രയും ടോപ്പിൽ നിൽക്കുന്ന റയൽ മാഡ്രിഡ് പോലൊരു ക്ലബിൻ്റെ മെഡിക്കൽ ടീമാണ്. അപ്പോൾ ബാക്കി ടീമുകളുടെ ഒക്കെ മെഡിക്കൽ ടീമിൻ്റെ ഒക്കെ അവസ്ഥകൾ അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റിലോ. ബൈ ബൈ വിത്ത് ഫുഡേൽ.